ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ചിക്കൻ വെച്ചിട്ട് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുള്ള, ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമ്മുടെ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 200 ഗ്രാം അളവിൽ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ വലിയൊരു പച്ചമുളക് 2ആയിട്ട് കട്ട് ചെയ്തൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു സവാള, ഒരു മീഡിയം സൈസിലുള്ള സവാള 4 പീസാക്കി ഒന്ന് മുറിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു അല്പം മല്ലിയിലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഈ ചിക്കൻ നമുക്കൊരു ബൗളിലേക്കൊന്ന് മാറ്റാം. അതിനുശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മൈദയാണ്. അപ്പോൾ ഞാനിവിടെ 2 സ്പൂൺ അളവിൽ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും ഈ ഒരു മൈദയ്ക്ക് മാത്രം ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കാതെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു പരുവത്തിലൊന്ന് കിട്ടും. ഇനി നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ഈ ചിക്കൻ നമുക്ക് കയ്യിലൊരു അല്പം എണ്ണയൊന്ന് തടവിയതിന് ശേഷം കുറേശ്ശെയായിട്ട് എടുത്ത് ഒന്ന് ഉരുളയാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് ഉള്ളം കയ്യിൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് ഒരു റൗണ്ട് ഷേപ്പ് ഒന്ന് ആക്കിയതിന് ശേഷം നമുക്ക് വിരൽ വെച്ചിട്ട് നടുവിൽ നമ്മൾ ഉഴുന്ന് വടക്കൊക്കെ ഹോളിട്ട് കൊടുക്കുന്നത് പോലെ ഈ ഒരു ചിക്കൻ്റെ നടുവിലായിട്ട് നമുക്കൊരു ഹോളിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരെണ്ണം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ബാക്കി ചിക്കൻ എല്ലാം തന്നെ ഒന്ന് ഷേപ്പാക്കി എടുത്തതിന് ശേഷം വേറൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ വേണ്ടത് മുട്ടയാണ്. അപ്പോൾ ഞാൻ ഒരു മുട്ടയൊന്ന് ഒരു ബൗളിലേക്കൊന്ന് പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ വേണ്ടത് ബ്രെഡ് പൊടിയാണ്. അപ്പോൾ ഞാനൊരു 3 ബ്രെഡ് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ചിക്കൻ സ്നാക്ക് തയ്യാറാക്കാനായിട്ട് നമ്മൾ ഷേപ്പാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഓരോന്നായിട്ട് എടുത്ത് കലക്കി വെച്ചിട്ടുള്ള ഈ ഒരു മുട്ടയിലൊന്ന് മുക്കിയതിന് ശേഷം ബ്രെഡ് പൊടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് എടുക്കും. നമ്മൾ ബ്രെഡ് പൊടി വെച്ചിട്ട് കോട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഈ ഒരു ഹോള് അടഞ്ഞു പോകാൻ പാടില്ല. ആ ഒരു രീതിക്ക് വേണം ഒന്ന് കോട്ട് ചെയ്ത് എടുക്കാനായിട്ട്. ഈ ഒരു ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നല്ലതുപോലെ ഒന്ന് ബ്രെഡ് പൊടി കോട്ടായി വരണം. ആ ഒരു രീതിക്ക് നമുക്കിതൊന്ന് കോട്ട് ചെയ്ത് എടുക്കാം. ഇപ്പം ഞാൻ ഒരെണ്ണം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഷേപ്പാക്കി വെച്ചിട്ടുള്ള എല്ലാ ചിക്കനും മുട്ടയിലൊന്ന് മുക്കിയതിന് ശേഷം ബ്രെഡ് പൊടി വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്ത് എടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിൽ എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് നമ്മൾ ബ്രെഡ് പൊടി വെച്ചിട്ട് കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ചിക്കൻ പീസ് നമുക്ക് എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഒരു സൈഡൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും നല്ലതുപോലെ ഒന്ന് വെന്ത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ചിക്കനും ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ ഡോണറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഡോണറ്റ് എന്നോ അല്ലെങ്കിൽ ചിക്കൻ വടയെന്നൊക്കെ പറയാം ഇതിന്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.